പ്രതിഷേധം കടുപ്പിച്ച പാലക്കാട്ടെ ബി.ജെ.പി. കൗൺസിലർമാർ പ്രശാന്ത് ശിവനെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജിവെക്കാനാണ് നഗരസഭാ കൗൺസിലർമാരുടെ തീരുമാനമെന്നാണ്. ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ 6 കൗൺസിലർമാരും ബി.ജെ.പി. ജില്ലാ മണ്ഡലം ഭാരവാഹികളുമാണ് രാജിക്കൊരുങ്ങുന്നത്. വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇത്തരത്തിൽ ബി.ജെ.പി. പാലക്കാട് ജില്ലാ ബി.ജെ.പി. അത് കടന്നു പോകുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി.ജെ.പി. കൗൺസിലർമാർ ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. പ്രശാന്ത് ശിവനെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയാണെങ്കിലാണ് രാജിവെക്കാൻ നഗരസഭാ കൗൺസിലർമാർ തീരുമാനിക്കും. ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധയടക്കം കൗൺസിലർമാർ പ്രഖ്യാപിച്ചൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ 6 കൗൺസിലർമാരും ബി.ജെ.പി. ജില്ലാ മണ്ഡലം ഭാരവാഹികളുമാണ് ഇത്തരത്തിൽ രാജിക്കൊരുങ്ങുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇത്തരത്തിൽ കൗൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ബി.ജെ.പി. കടന്നുപോകുന്ന സാഹചര്യം ഇന്ന് നിർണായകമാണ് പാലക്കാട്ടെ ബി.ജെ.പിയിൽ. കാരണം ഇന്നലെയാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. അവർ പ്രധാനമായും ഉന്നയിച്ചത് യോഗ്യത ഇല്ലാത്ത ആളെയാണ് പാലക്കാട് ജില്ലാ പ്രസിഡന്റായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സി കൃഷ്ണകുമാറിന്റെ മാത്രം താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ആളെ പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റായി തീരുമാനിച്ചത് എന്ന കാര്യമാണ് ഒരു വിഭാഗം ആരോപിച്ചത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളായുള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ദേശീയ സമിതി അംഗവും പാലക്കാട് കൗൺസിലറുമായ എൻ ശിവരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്മിതേഷ്, സാബു, അതേപോലെ തന്നെ കൗൺസിലർ ലക്ഷ്മണൻ അടക്കം 6 കൗൺസിലർമാരാണ് നേതൃത്വത്തെ രാജിസന്നദ്ധ അറിയിച്ചത്. യാതൊരു കാരണവശാലും പ്രശാന്ത് ശിവനെ പ്രസിഡന്റ് ആക്കുന്ന തീരുമാനം അംഗീകരിക്കില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. അതിനുശേഷം നിർണായകമായ വാർത്താ സമ്മേളനം അടക്കം നടത്തി രാജി വെക്കുന്ന കാര്യം അറിയിക്കുമെന്നാണ് നിലവിൽ ഈ സന്നദ്ധത അറിയിച്ച കൗൺസിലർമാർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ 10 മണിയോടുകൂടെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ നിലവിൽ അവർ രഹസ്യമായി യോഗങ്ങളടക്കം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ മറുപക്ഷത്തുള്ള ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 മണിയോടുകൂടെ പാലക്കാട് ഈസ്റ്റ് മണ്ഡലത്തിന്റെ ജില്ലാ പ്രസിഡന്റായി ഔദ്യോഗികമായി പ്രശാന്ത് ശിവൻ സ്ഥാനമേൽക്കും. ആതിര. സച്ചിൻ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ടുള്ളൊരു നീക്കമാണ് ഉണ്ടായത്. യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകൾ നടന്നില്ല എന്നൊരു ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം ഈ ബി.ജെ.പിയുടെ സംഘടനാ കാര്യങ്ങളിൽ പറയുന്നത് 45 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളെയാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ 6 വർഷം ബി.ജെ.പി. മെമ്പർഷിപ്പിൽ 6 വർഷം ഉള്ള വ്യക്തിയായിരിക്കണം എന്ന കാര്യവും പറയുന്നുണ്ട്. നിലവിൽ പ്രശാന്ത് ശിവൻ യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. 4 വർഷം മാത്രമാണ് പാർട്ടിയിൽ ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്തത് എന്ന കാര്യമാണ് മറുപക്ഷത്തുള്ളവർ വാദിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും 6 പേരുടെ ലിസ്റ്റാണ്, ഇരു വിഭാഗവും 3 പേരുടെ ലിസ്റ്റാണ് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നൽകിയത്. അതിൽ പ്രശാന്ത് ശിവന്റെ പേരില്ലായിരുന്നു. നിലവിൽ സി കൃഷ്ണകുമാർ നൽകിയ ഓമനക്കുട്ടനാണ് ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ കിട്ടിയത്. എന്നാൽ അത് RSS വെട്ടുകയായിരുന്നു. ഓമനക്കുട്ടനെ പ്രസിഡന്റ് ആക്കുന്ന കാര്യം RSS ലിസ്റ്റിൽ നിന്ന് തന്നെ വെട്ടുകയായിരുന്നു. രണ്ടാമതെത്തിയത് സ്മിതേഷാണ്. സ്മിതേഷ് ഈ മറുപക്ഷത്തുള്ള ഔദ്യോഗിക പക്ഷത്തല്ല, മറുപക്ഷത്ത് നിലനിൽക്കുന്ന ആളാണ്. അതിനാൽ തന്നെ സ്മിതേഷാണ് ജില്ലാ പ്രസിഡന്റ് ആവേണ്ടത് എന്നാണ് ഈ രാജ്യസന്നദ്ധ അറിയിച്ച കൗൺസിലർമാർ അടക്കമുള്ള മറുപക്ഷത്തുള്ളവർ അറിയിക്കുന്നത്. അതിനാൽ തന്നെ വലിയൊരു നഗരസഭാ ഭരണത്തിലടക്കം വലിയൊരു മാറ്റം വരാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. കാരണം 6 കൗൺസിലർമാരെ പിന്തുണച്ചുകൊണ്ട് നിരവധി മറ്റ് കൗൺസിലർമാരും ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് സച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ബി.ജെ.പി. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്.